അതുല്യമായ സന്യാസ സമർപ്പണ ജീവിത വഴികളെ അവതരിപ്പിച്ചുകൊണ്ട് ഗുഡ്നസ് TV ഒരുക്കുന്ന സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ ഈ സംവാദവേദിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കിന്ന് മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്ത് സമ്പന്നമായ ക്രൈസ്തവ സാക്ഷ്യം നൽകുന്ന SJB എന്ന സന്യാസിനി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സിസ്റ്ററാണ് ഇന്ന് നമ്മോടൊപ്പം ഈ കൂട്ടായ്മയിലേക്ക് വരുന്നത്. സ്വാഗതം ചെയ്യാം നമുക്ക് സ്നേഹത്തോടെ സിസ്റ്റർ വിദ്യ ജോസഫ് ചാമക്കാലയിൽ. സിസ്റ്റർ വിദ്യ ജോസഫ് ചാമക്കാലയിൽ വയനാട് ജില്ലയിൽ മാനന്തവാടി രൂപതയിൽ അമ്പലവയൽ ഇടവകയിലെ ചാമക്കാല ഭവനത്തിൽ ജോസഫിൻ്റെയും പരേതയായ ചിന്നമ്മയുടെയും 9 മക്കളിൽ 8ാമത്തെ മകൾ. സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോൺസ് ദി ബാപ്റ്റിസ്റ്റ് ആൻഡ് മേരി ദി ക്യൂൻ കോൺഗ്രിഗേഷനിലെ അംഗമായ സിസ്റ്റർ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഇംഗ്ലീഷ് ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സാവുകയും സെന്റ് സേവിയർ കോളേജ് മുംബൈയിൽ നിന്ന് BEd പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. അധ്യാപിക, വൈസ് പ്രിൻസിപ്പൽ തുടങ്ങിയ പ്രവർത്തന മേഖലകളിൽ തുത്യർഹമായ സേവനം കാഴ്ചവെച്ച സിസ്റ്റർ പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫോർ എഡ്യൂക്കേഷൻ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ, സെക്രട്ടറി ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി കോൺഗ്രിഗേഷൻ പദവികൾ വഹിച്ചിട്ടുണ്ട്. സിസ്റ്റർ വിദ്യ ജോസഫിന് സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സിസ്റ്റർ വിദ്യ SJB സന്യാസിനി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിട്ട് സേവനം അർപ്പിക്കുന്നു അല്ലേ? ആരാണ് ഈ സഭയുടെ സ്ഥാപകൻ? എവിടെയാണ് സഭ സ്ഥാപിച്ചത്? എന്താണ് സഭയുടെ കാരിസം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. ഞങ്ങളുടെ സഭ 1919 ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇത് സ്ഥാപിച്ചത് ജർമ്മനിയിലെ ട്രിയർ ഡയസിസിലെ ഫാദർ ജോൺ മേരി ഹൗ എന്ന പുരോഹിതൻ വഴിയാണ്. 1919 ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിലെ സാമൂഹിക സിറ്റുവേഷൻ വളരെ മോശമായതിനാൽ അന്നത്തെ ജനങ്ങളെ രക്ഷിക്കുവാനായിട്ടാണ് ഈ സഭ തുടങ്ങിയത്. യുദ്ധാനന്തര സമൂഹത്തെ അല്ലേ, അതായത് യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ജനങ്ങൾക്ക് ദാരിദ്ര്യവും മദ്യപാനം, ജയിൽ വിമുക്തരായി വന്നവരിലുള്ള ഭീഷണി ഒരു ആന്റി സോഷ്യൽ എലമെന്റ്സ് ആയിട്ട് മാറി. സമൂഹ വിരുദ്ധരായിട്ടുള്ള അവർക്ക് എങ്ങനെയാണ് അവരെ സമുദ്ധരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്? സ്റ്റുഡൻസ് പോലും ആൽക്കഹോൾ അഡിക്ട്സ് ആയിരുന്നു എന്നാണ് ഞങ്ങളുടെ ഫൗണ്ടർ പറയുന്നത്. ഇവരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ട് സെന്ററുകളാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ഞങ്ങളുടെ ഫൗണ്ടറിനോടൊപ്പം ആ രൂപതയിലെ മറ്റ് പുരോഹിതരും ആത്മായ സുഹൃത്തുക്കളും കൂടെ ചേർന്നാണ് ഞങ്ങളുടെ സഭ രൂപീകരിച്ചത്. പിന്നീട് എങ്ങോട്ടൊക്കെയാണ് സഭ വളർന്നത്? സഭ ജർമ്മനിയിൽ നിന്നും പോർട്ടുഗൽ, ആഫ്രിക്ക, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലേക്കാണ് വ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ എന്നാണ് തുടങ്ങുന്നത്? ഇന്ത്യയിൽ സഭ തുടങ്ങുന്നത് 1971 എവിടെയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തുടക്കം? അതിന്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മിഷൻ രൂപതയായ ചാന്ത രൂപത 1962 സ്ഥാപിച്ചതിന് ശേഷം അത് CMI അച്ഛന്മാരെ ഏൽപ്പിച്ചു. അന്നത്തെ കാലത്ത് അവിടെ സേവനമനുഷ്ഠിക്കുവാൻ സിസ്റ്റേഴ്സ് ഇല്ലാത്തതിൻ്റെ പേരിൽ അന്നത്തെ CMI അച്ഛനായിരുന്ന ഫാദർ വെർണർ ചക്കാലക്കൽ കേരളത്തിൽ നിന്നും കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് ജർമ്മനിയിലെ പല സഭകളിൽ ട്രെയിൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നാണ് ചാന്ത രൂപതയിൽ അന്ന് സേവനം തുടങ്ങിയത്. അങ്ങനെ പോയ ആളാണോ സിസ്റ്ററും? ഞാനില്ല. ഫസ്റ്റ് 2 ബാച്ചുകാര് പൈനിയർ സിസ്റ്റേഴ്സ് 2 ബാച്ച്. എവിടെയായിരുന്നു അവരുടെ ട്രെയിനിങ്? ലോയിറ്റസ്ഡോർഫ് ട്രിയർ ഡയസിസ് ജർമ്മനിയിൽ. അപ്പോൾ ഈ സഭയിൽ തന്നെയാണോ, നിങ്ങളുടെ സഭയിൽ തന്നെയാണോ കൊണ്ടുപോയി ചേർത്തത്? അതെ, ഞങ്ങളുടെ സഭയിലാണ്. ഓക്കെ, വെരി ഗുഡ്. അതായത് അച്ഛൻ വെർണർ അച്ഛൻ ഞങ്ങളുടെ CMI സഭയിലെ ഏറ്റവും പ്രമുഖനായ മിഷണറിയാണ്. ചാന്ത രൂപതയുടെ സേവന മേഖലകളിൽ ഒത്തിരിയേറെ ചാന്ത രൂപതയുടെ എല്ലാ വളർച്ചയ്ക്കും ശാന്ത രൂപത പിന്നീട് വന്നാണല്ലോ. ശാന്ത മിഷന്റെ ആദ്യകാല മിഷണറിയാണ്
ബെർണറച്ചൻ. ബെർണറച്ചനോട് അപ്പൊ അദ്ദേഹം, ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം നിങ്ങളുടെ SJB സഭയിലേക്ക് മാത്രമല്ലല്ലോ കുട്ടികളെ റിക്രൂട്ട് ചെയ്തത്? ഇല്ല, ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് അവരും ചാന്ത രൂപതയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഉണ്ട്. ഓ ഗ്രേറ്റ്. ഈ 2 സഭകളിലേക്ക് അദ്ദേഹം, കൊണ്ടുപോയി. അപ്പം അത് 2 സഭകളും വളർന്നു വളർന്നു. അല്ലേ? ഇപ്പം തദ്ദേശീയരായിട്ടുള്ള ആളുകൾ സന്യാസിനി സഭാംഗങ്ങളായിട്ട് വരുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്, ചാന്തയിൽ നിന്നുണ്ട് അല്ലേ? ചാന്തയിൽ നിന്നുമുണ്ട്. പിന്നെ മറ്റേതൊക്കെ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്? ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഉള്ളത് ആസാം, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, തമിഴ്നാടു, മൈസൂർ, കർണാടക. ഇവിടെ നിന്നെല്ലാം ആസ്പിരൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഉണ്ട്. കേരളത്തിൽ നിന്നും ഉണ്ടാവുമല്ലോ. കേരളത്തിൽ നിന്ന് 3 വർഷം മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇല്ലല്ലേ? അപ്പോൾ എന്തുമാത്രം ആളുകൾ നമ്മളുടെ ഈ ഒരു പരിപാടിയോട് പുറത്തുനിന്ന് സഹകരിക്കുന്നുണ്ട്? ഞങ്ങൾക്ക് അൽമായരെ കൂട്ടിയുള്ള ഒരു സൊസൈറ്റിയും വർദ്ധയിൽ ഞങ്ങളുടെ ആസ്ഥാനത്ത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളുടെ സഭയുടെ ഇന്ത്യയിലെ ആസ്ഥാനം വാർധയിലാണോ? വർദ്ധയാണ്. വാർധയിൽ എവിടെയാണ്? സേവാഗ്രാം, ഗാന്ധിജിയുടെ സ്ഥലം, ആശ്രമമുള്ള ആ സ്ഥലത്തിനടുത്താണ്. വർദ്ധ ജില്ലയാണ്, ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഞങ്ങളുടെ. ഇപ്പൊ ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഞങ്ങൾ ഫൗണ്ടർ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഫൗണ്ടറിന്റെ ഒരു പ്രത്യേക മിനിസ്ട്രി ആയിരുന്നു പ്രിസൺ മിനിസ്ട്രി. പ്രിസൺ മിനിസ്ട്രിയുടെ പേരിൽ നമ്മൾ എക്സ് പ്രിസണേഴ്സിന് വേണ്ടി ഒരു സെന്റർ കേരളത്തിൽ തുടങ്ങിയിരുന്നു, തൃശ്ശൂർ വെട്ടുകാട്. എക്സ് പ്രിസണേഴ്സിന് വേണ്ടിയിട്ട്, ജയിൽ വിമോചിതരായി വരുന്നവർക്ക്. ഓക്കെ, അവരെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയും അവരെ ഒന്നെങ്കിൽ ജോലിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുമായിട്ട് ഇപ്പോഴും നമ്മൾ ബന്ധത്തിലാണ്. ഈ ജയിലിൽ നിന്ന് വരുന്ന ഒരാളെ അവരുടെ കുടുംബാംഗങ്ങൾ സ്വീകരിക്കുക? ഇല്ലാത്തവരെയാണ് നമ്മൾ എടുക്കുന്നത്. കുടുംബാംഗങ്ങളെ സ്വീകരിക്കുന്നവർ അവർ തിരിച്ചു വീടുകളിലേക്ക് പോകും. സ്വീകരിക്കപ്പെടാത്തവരും വേറെ ആരും ഇല്ലാത്തവരുമായ ആളുകളാണ് ഞങ്ങളുടെ സെന്ററുകളിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ ആരുമില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പുനരധിവസിപ്പിച്ചു. അതൊരു വളരെ 100% വിജയകരമായ ഒരു മിനിസ്ട്രിയാണ് അല്ലേ? നല്ലൊരു മിനിസ്ട്രിയാണ്. അതുപോലെ മറ്റേ ഡ്രഗ് അഡിക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ള മേഖല ഉണ്ടോ? ഫാദർ ഫൗണ്ടറിന്റെ മറ്റൊരു ഫോക്കസ് ഏരിയ ആയിരുന്നു മദ്യപാനികൾ. ജർമ്മനിയിൽ കംപ്ലീറ്റ് ഒരു മദ്യപാനം ഒഴിവാക്കുക എന്നുള്ളത് പോസിബിൾ അല്ലായിരുന്നതിനാൽ ടെമ്പറമെന്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. മോഡറേറ്റ് ആയിട്ട് ആൽക്കഹോൾ എടുക്കാം, പക്ഷെ അധികമായിട്ട് എടുക്കാതിരിക്കാൻ. അങ്ങനെ അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്നവരെ അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അവർക്ക് സ്പിരിച്വൽ ആയുള്ള ഗൈഡൻസ് നൽകി. ഒത്തിരി പേര് ആൽക്കഹോൾ ഉപേക്ഷിച്ചു ആ കാലങ്ങളിൽ. ഇപ്പോഴും നമ്മുടെ സെൻറ്ററുകളിൽ, വില്ലേജുകളിൽ, നമ്മുടെ മഹാരാഷ്ട്രയിലെ വില്ലേജുകളിൽ ഡിസ്പെൻസറി ഉള്ള സ്ഥലങ്ങളിൽ സിസ്റ്റേഴ്സ് ആൽക്കഹോളിക് അഡിക്ട്സിന് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഫാമിലികൾ രക്ഷപ്പെട്ടതായി അവർ വിറ്റ്നസ് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് വർദ്ധയിൽ ഒരു മെൻ്റലി ഇൽ പേഷ്യൻസിനുള്ള ഒരു സെൻറ്ററുണ്ട്. അവിടെയും ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ളവരെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒരു സിസ്റ്റർ MD സൈക്യാട്രിസ്റ്റാണ്, സിസ്റ്റർ സാലിയാണ് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. സിസ്റ്റർ സാലി എവിടെ നിന്നുള്ള ആളാണ്? സിസ്റ്റർ സാലി കേരളത്തിൽ നിന്നുള്ളതാണ്, ഇടുക്കി ജില്ലയിൽ. ഇനി സിസ്റ്ററിൻ്റെ ദൈവവിളിയെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. സിസ്റ്ററിൻ്റെ വീട്, കുടുംബത്തിലെ അന്തരീക്ഷം ഒക്കെ ഒന്ന് പറയാം. ഞാൻ ജനിച്ചത് പാലാ ഡയസിസിലാണ്. വളർന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി രൂപതയിലെ അമ്പലവയൽ എന്ന ഇടവകയിലാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാൻ ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചത് ഭാഗ്യമായിട്ട് കരുതുന്നു. ഞങ്ങൾ 9 മക്കളാണ്. ഞാൻ 8ാമത്തേതാണ്. ബാക്കി സഹോദരങ്ങളൊക്കെ? എൻ്റെ 2ാമത്തെ ചേച്ചി ഹോളി ക്രോസ് സന്യാസ സഭയിൽ സിസ്റ്ററാണ്. ഹോളി ക്രോസ് ഹസാരിബാഗ് പട്നയിലാണ്. എത്ര ചേച്ചിമാരുണ്ട്? എനിക്ക് 3 ചേച്ചിമാർ. ബാക്കിയെല്ലാം ചേട്ടന്മാരാണ്? അനിയൻ ക്യാൻസറായിട്ട് മരിച്ചു 26ാമത്തെ വയസ്സിൽ. കല്യാണം കഴിച്ചായിരുന്നോ? ഇല്ല, കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ബാക്കി എല്ലാവരും ഉണ്ട്? ബാക്കി എല്ലാവരും ഉണ്ട്. എൻ്റെ തൊട്ട് മൂത്ത ഒരു ആങ്ങള കമില്ല സഭയില് അച്ഛനാണ്, ഫാദർ ജയൻ ചാമക്കാലായിൽ. അദ്ദേഹം ഇപ്പോൾ അയർലൻഡില് ഡബ്ലിനില് ഹോസ്പിറ്റൽ ചാപ്ലനായി സെർവ് ചെയ്യും. ഇവിടെ വന്നിട്ടുണ്ട് കമിലിയൻ സിസ്റ്റേഴ്സ്, നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ബിജു അച്ഛനും നമ്മുടെ ഈ സംവാദത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചേച്ചി വർക്ക് ചെയ്യുന്നത് എവിടെയാന്ന് പറഞ്ഞു? ജാർഖണ്ഡിലാണ്. മുതലേ അവിടെയായിരുന്നു. ഏത്? ഹോളി ക്രോസ് ഹസാരിബാഗ് അല്ലേ? ചേച്ചി ഏത് പ്രവർത്തന മേഖലകളിലാണ്? ചേച്ചി അക്കൗണ്ടന്റ് ആയിരുന്നു, ഇപ്പോൾ സുപ്പീരിയർ ആണ്. സിസ്റ്റർ വിദ്യ ഏതെങ്കിലും രീതിയിൽ ജയിൽ വിമോചിതരായിട്ടുള്ള ആളുകളുമായിട്ടോ മദ്യപന്മാരോട് ഇടപെടാനും അവരുടെ പുനരധിവാസത്തിൽ നേരിട്ട് ഇടപെടാനും ഇടയായിട്ടുണ്ട്? ഈ പ്രസ്ഥാനം കേരളത്തിലാണ് മെയിനായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ജൂനിയർ ആയിരുന്ന കാലത്ത് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ വിനീതയായിരുന്നു.
ഞങ്ങളുടെ പഴയ പ്രൊവിൻഷ്യൽ ഹൗസ് ജയിലിന് പാരലായിട്ടാണ്, വർധ ഡിസ്ട്രിക്ട് ജയിലിന്. ഞങ്ങളുടെ അഡ്രസ്സ് അഗ്രഗാമി കോൺവെൻറ്റ്, ജയിൽ റോഡ് എന്നാണ്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ജയിൽ വിസിറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ഞാനും സിസ്റ്ററും ജയിൽ സൂപ്പറിൻ്റെ അടുത്ത് പോയി പെർമിഷൻ വാങ്ങി എല്ലാ ആഴ്ചയും ഞങ്ങൾ വിമൻ സെൽ വിസിറ്റ് ചെയ്യുമായിരുന്നു. അവരുടെ അടുത്ത് പോകും, അവരുടെ കൂടെ പ്രാർത്ഥിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കും. പിന്നെ ആരുടെയെങ്കിലും വീട്ടിൽ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അവർ പറയുവാണെങ്കിൽ അവരെ പോയി കാണും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞങ്ങളത് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് അതിനെ കണക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ സ്കൂളുകളിലെ സ്റ്റുഡൻസിന് രക്ഷാ തിരിച്ചു പോരും. അത് ഈ ജയിലിൽ കഴിയുന്നവരുടെ മക്കളെയോ അല്ല അവരുടെ കുടുംബങ്ങളെയോ അല്ലെങ്കിൽ ജയിൽ വിമോചിതരായവരുടെ മക്കളെയോ ഒക്കെ നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും പ്രത്യേകമായി പരിഗണന നൽകി പഠിപ്പിക്കാനുള്ള സാഹചര്യം അങ്ങനെ എന്തെങ്കിലും നിലവിലുണ്ടോ? അതിൻ്റെ ആവശ്യം ഇതുവരെയും വന്നിട്ടില്ല. കേരളത്തിൽ നമ്മൾ ഇവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്തവർക്ക് ഹൗസ് ഒരു 5 വീടുകൾ നമ്മൾ പണിതിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അവരെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ വേറെ സ്ഥലങ്ങളിലേക്ക് വിവാഹം കഴിച്ച് വിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ്. ഏതെങ്കിലും ജയിൽ വിമോചിതരായ ആളുകൾ നിങ്ങളോട് നന്ദിയോടുകൂടി വീണ്ടും കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളോട് ബന്ധം സൂക്ഷിക്കുന്നുണ്ട്? ഉണ്ട്. കേരളത്തിലെ സിസ്റ്റേഴ്സ് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ മക്കൾക്ക് പഠിക്കുവാനുള്ള ധനസഹായം, അങ്ങനെ അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവരെ സഹായിക്കുന്നുണ്ട്. കോൺഗ്രിഗേഷൻ അങ്ങനെയുള്ള ആരെങ്കിലും ഒരാളുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാനായിട്ടുള്ള അവസരം? ഞങ്ങളുടെ സഭാ സ്ഥാപകന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച മിഷൻ പ്രവർത്തനമാണ് ജയിൽ മിനിസ്ട്രി എന്നത്. അപ്പോൾ ഞങ്ങളുടെ സഭയുടെ ആദ്യത്തെ ജയിൽ മിനിസ്ട്രിയുടെ ഹൗസ് 1994 ആശാദീപം തൃശ്ശൂർ വെട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആരംഭിച്ചു. ഒരു 6 വർഷക്കാലത്തോളം എനിക്ക് അവിടെ സേവനമനുഷ്ഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ആ മക്കളോടൊത്തായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അവരെ ധ്യാനത്തിന് കൊണ്ടുപോവുക, പിന്നെ അവരുടെ കാര്യങ്ങൾ ഷെയർ ഞാനുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുമായിരുന്നു. പിന്നെ അവരെ കൈത്തൊഴിലുകൾ പഠിപ്പിക്കുമായിരുന്നു. തയ്യൽ, എംബ്രോയ്ഡറി, ഫാൻസി വർക്ക് ഇവയൊക്കെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ആ മക്കളിൽ പലരെയും ആ കാലയളവിൽ വിവാഹം കഴിച്ചു വിടാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ ആ കാര്യത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അത്രയും മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനും അവരുടെ ജീവിതത്തിലെ അവർക്ക് കിട്ടാത്ത സ്നേഹവും കരുണയും വാത്സല്യവും ഒക്കെ അവർക്ക് നൽകി അവരെ സ്വന്തം മക്കളെന്നപോലെ അവരെ പരിപാലിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഈ ജയിൽ മിനിസ്ട്രി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മിനിസ്ട്രി ആയിട്ട് ഇന്ന് തീർന്നിരിക്കുകയാണ്. സിസ്റ്റർ വിദ്യ, നിങ്ങളുടെ സഭയുടെ ക്യാരിസത്തോട് ചേർന്ന് ഇപ്പോൾ നിങ്ങൾ ഈ കാലത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യോ പാസ്റ്ററൽ അപ്പോസ്റ്റേറ്റിൽ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ എല്ലാവരും ഇൻവോൾവ് ആണ്. വർധ ജില്ലയിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് അഡൽട്സിന് വേണ്ടി ഒരു സെന്റർ നടക്കുന്നുണ്ട്. ലൈഫ് ലോങ് കെയർ സെന്റർ ആണോ? അഡൽട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ഫാമിലി ഇല്ലില്ല, അവരെ നമ്മൾ താമസിപ്പിക്കുന്നില്ല. നമ്മൾ ഫാമിലിയിൽ അവരെ എംപവർ ചെയ്യുന്നു, അവർക്ക് ജോലിക്കുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്നു, അവരെ ഇൻഡിപെൻഡന്റ് ആക്കുന്നു, സെൽഫ് റിലയന്റ് ആക്കുന്നു. ഈ മെന്റലി റിട്ടാർഡ് കുട്ടികളെ. ഓക്കെ, അങ്ങനെ എത്ര പേര് നിങ്ങൾ എത്ര ഫാമിലിയെ ടച്ച് ചെയ്യുന്നുണ്ട്? 35 വില്ലേജുകളുണ്ട്. 35 വില്ലേജുകളിലുള്ള ഭിന്നശേഷിയുള്ള മക്കൾക്ക് വേണ്ടി ആരാ അത് ചെയ്യുന്നത്? സിസ്റ്റർ സിമ കാട്ടാങ്കോട്ടിൽ ആണ് അതിന്റെ ഇൻചാർജ്. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് 4 തരത്തിലുള്ള സേവനങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷനാണ്. വാർത്തയിൽ ഏതാണ്ട് 60-ൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഞങ്ങളുടെ സേവനങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏതാണ്ട് 60-ൽ കൂടുതൽ പിള്ളേർക്ക് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പിയും ഒക്യുപേഷണൽ തെറാപ്പിയും വീടുകളിൽ പോയി ചെയ്തു കൊടുക്കുന്നു. ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എക്യുപ്മെൻസുമായി പോയി ആണ് ചെയ്തു കൊടുക്കുന്നത്. അതുകൂടാതെ ഏതെങ്കിലും കുട്ടികൾക്ക് ഓപ്പറേഷനുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഗവൺമെൻറ് വഴിയോ മറ്റുള്ള NGO വഴിയോ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. സിസ്റ്റർ വിദ്യ, നിങ്ങളുടെ സഭയുടെ ഇതര പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി വിശദീകരിക്കാം. സാമൂഹ്യ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഇനിയും മറ്റ് പല പ്രവൃത്തികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ചാന്താരൂപതയിൽ കൂടുതലും വില്ലേജുകളാണ്. ഇപ്പോഴും വില്ലേജുകളിൽ എഡ്യൂക്കേഷൻ എത്തിയിട്ടില്ല.
വില്ലേജുകളിൽ നമുക്ക് ബോർഡിംഗ് ഉണ്ട്. ബോർഡിംഗ് സ്കൂളിൽ ബോയ്സും ഗേൾസും വന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോഴും വില്ലേജുകളിൽ പോയാൽ സ്കൂളിൽ പോകാത്ത കുട്ടികളെ നമുക്ക് കാണാം. കുട്ടികളെ മാത്രമല്ല അഡൾട്ട്സും ഇപ്പോഴും ഉണ്ട്. ഒരു ചെറിയ ക്ലാസ്സിൽ പോലും പോകാത്തവർ, എഴുത്തും വായനയും അറിയാൻ വയ്യാത്തവർ ഇപ്പോഴും ഉണ്ട് അല്ലേ? ഈ കുട്ടികൾ 10ാം ക്ലാസ് കഴിയുമ്പം രൂപത വഴിയായി സഭ വഴിയായിട്ടും അവരുടെ ഫർദർ എഡ്യൂക്കേഷന് വേണ്ടി അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശാന്താരൂപയിൽ നിന്ന് കുട്ടികൾ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുന്നവരുണ്ട്. മോൺഫോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രൊഫഷണൽ ട്രെയിനിങ്ങുകൾ നടത്തുന്നവരും ഉണ്ട്. ശാന്താരൂപയിൽ നമുക്ക് ഒത്തിരി വൊക്കേഷൻസും കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മറ്റേതൊക്കെ മേഖലകളിലാണ് കൂടുതലുള്ളത്? ഇനി ഞങ്ങൾക്കുള്ളത് നാഗ്പൂർ ഡയസിസിൽ HIV ഇൻഫെക്റ്റഡ് പേരൻസിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു സെൻ്ററുണ്ട്. അവിടെ 50 കുട്ടികൾ, സ്കൂൾ ഗോയിങ് കുട്ടികളാണ് പഠിക്കുന്നത്. അവരിൽ കുറച്ച് പേരൊക്കെ ഇൻഫെക്റ്റഡ് ആണ്, മെഡിസിൻ എടുക്കുന്നവരാണ്. ബാക്കി കുറേ പേരൊക്കെ ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആണ്, ഓർഫൻസ് ആണ്. പേരൻസ് ഇല്ലാത്തവരും ഉള്ളവരുമുണ്ട്. ഉള്ളവരെ നമ്മൾ 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ പേരൻസിന് തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കുട്ടികളെ കൊണ്ടാകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? പേരൻസ് പലരും HIV അഫക്റ്റഡ് ആയിരിക്കുമല്ലോ അല്ലേ? രോഗികളാണ്. അങ്ങനെയുള്ളവരടുത്തേക്ക് വീണ്ടും കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് അവർ താല്പര്യപ്പെടുന്നുണ്ട്. ചിലർ അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെയോ മറ്റ് ഗാർഡിയൻസിൻ്റെയോ കൂടെ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ തിരിച്ചു പോകും. ഇത് ഗവൺമെൻറ്റിനോട് ചേർന്ന് നടത്തുന്ന ഒരു പ്രൊജക്റ്റാണ്. ഗവൺമെൻറ് വഴിയാണ് ഈ കുട്ടികൾ നമ്മുടെ സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏത് രീതിയിലുള്ള പിന്തുണയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ പിന്തുണ ഒന്നും ഇല്ല. അവർ കുട്ടികളെ കൊണ്ടുവരും. അവർ റെഗുലറായിട്ട് നമ്മളെ വിസിറ്റ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള ഉപദേശങ്ങൾ നൽകും. ഉപദേശങ്ങൾ കൊണ്ട് വയറ് നിറയില്ലല്ലോ? ഇല്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് കുഞ്ഞുങ്ങളെ 50ഓളം കുട്ടികളെ ഒരു ദിവസം നോക്കിയാൽ പോരല്ലോ. അപ്പോൾ അവരെ തുടർച്ചയായിട്ട് അവർക്കുള്ള എല്ലാ മേഖലകളിലും അല്ലേ, വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, ഇതൊക്കെ വളരെ ഹ്യൂജ് എക്സ്പെൻസ് വരുന്നതാണ്. ആരാണ് നിങ്ങളെ സഹായിക്കുന്നത്? പൊതുസമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സഭയുടെ തുടക്കത്തിലെ പോലെ തന്നെ ആരെങ്കിലുമൊക്കെ പുസ്തകം കൊടുക്കാനും ഡ്രസ്സ് കൊടുക്കാനും ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും ആൾക്കാരുണ്ട്. ഇതുവരെയും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഫൗണ്ടർ പറഞ്ഞിരിക്കുന്നത് ദൈവാശ്രയത്തിൽ വളരുക എന്നാണ്. ദൈവാശ്രയ ബോധമാണ് സഭയുടെ കാര്യസം. അതെ അല്ലേ? ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. എല്ലാ ആവശ്യങ്ങളും എല്ലാം തമ്പുരാൻ തരുന്നു. നല്ല നമ്മുടെ പ്രേക്ഷകർക്കാണെങ്കിലും ഒരു വളരെ പ്രചോദനാത്മകമായ ഒരു സന്ദേശമാണ്. സിസ്റ്റർ, നിങ്ങളുടെ മറ്റ് രാജ്യങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുകൂടി വിശദീകരിക്കാം. ഞങ്ങൾക്ക് ജർമ്മനിയിലും പോർച്ചുഗലിലും ആഫ്രിക്കയിലും ഇപ്പം താൻസാനിയയിൽ, ആഫ്രിക്കയിലും മൊസംബിക്കിലും സേവനമുണ്ട്. മൊസംബിക്കിൽ ഒത്തിരി കാലം മുമ്പ് തുടങ്ങിയതാണ്. ഇന്ത്യയിൽ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ തുടങ്ങിയതാണ്. അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ വളരെ വിഷമം നിറഞ്ഞതാണ്. ഭക്ഷണമില്ലാത്ത അവസ്ഥ, രോഗം, ഹോസ്പിറ്റലില്ലായ്മ. അവിടെയും ഞങ്ങൾ ബോർഡിങ്ങുകൾ, ആൽക്കഹോൾ അഡിക്ട്സിനെതിരായിട്ട് അങ്ങനത്തെ സെൻറ്ററുകളാണ് നടത്തുന്നത്. താൻസാനിയയിൽ അവർക്ക് ആവശ്യം എഡ്യൂക്കേഷനാണ് എന്ന് പറഞ്ഞു. അവിടുത്തെ ബിഷപ്പ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കൂ. അങ്ങനെയാണ് ഞങ്ങൾ ക്ലരീഷ്യൻ ഫാദേഴ്സിനോട് ജോയിൻ ചെയ്ത് താൻസാനിയയിൽ ഒരു 3 വർഷം മുമ്പ് സർവീസ് തുടങ്ങിയത്. ജർമ്മനിയിലെ സിസ്റ്റേഴ്സ് ഹെൽത്ത് മിനിസ്ട്രിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെയുള്ള ഹോസ്പിറ്റലുകളിലും ഹോം ഫോർ ദി ഏജ്ഡിലും ജോലി ചെയ്യുന്നു. ജർമ്മനിയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സഭയുടെ ജനറലേറ്റ് എവിടെയാണ്? ഇപ്പോഴും ജനറലേറ്റ് ലോയിറ്റസ്ഡോഫ് എന്ന് പറയുന്ന സ്ഥലത്താണ്, ട്രിയർ ഡയസിസിൽ, ജർമ്മനിയിലാണ്. ജനറാളമ്മ ആരാണ്? ജനറാളമ്മ സിസ്റ്റർ അർപ്പിത അറുകാക്കൽ. അർപ്പിത എവിടുത്തെ ഐഡിയാണ് സിസ്റ്റർ? അർപ്പിത മലയാളിയാണ്, മാനന്തവാടി രൂപതയിൽ നിന്നുള്ളതാണ്. മാനന്തവാടി രൂപതയിൽ നിന്നുള്ളതാണ്. നമുക്ക് സിസ്റ്റർ അർപ്പിതയോട് ഈ സഭയുടെ പുതിയ മുഖത്തെ ചോദിക്കാം. ജർമ്മനിയിൽ നിന്ന് ഞാൻ ഇന്ന് ഈ കൊച്ച അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ വളരെ വേദനയോടെ ഞാൻ നോക്കിക്കാണുന്ന ഒരു മേഖലയാണ് ഇവിടുത്തെ വിശ്വാസക്ഷയം. വിശ്വാസം വേണ്ട വിധത്തിൽ, വേണ്ട സമയത്ത്, വേണ്ടപ്പെട്ടവർക്ക് കൈമാറപ്പെടാത്ത ഒരവസ്ഥ. നമുക്കറിയാവുന്നതുപോലെ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള സമയം ഇവിടുത്തെ സഭയുടെ വിശ്വാസ വളർച്ചയ്ക്കും വിശ്വാസ ഉണർവിനും ഇവിടുത്തെ യുവതലമുറയുടെയും കുട്ടികളുടെയും വിശ്വാസ പരിശീലനത്തിനുമായി ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. എല്ലാത്തിലും ഉപരിയായി ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ സന്യാസ സഭ ഞങ്ങളുടെ പേട്രൻ സ്നാപക യോഹന്നാനെ പോലെ സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും
സത്യസുവിശേഷം കലർപ്പില്ലാതെ സംസാരിക്കുന്ന ഒരു സന്യാസ സമൂഹമായിരിക്കണം. ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ വഴി ജനങ്ങൾ ഏകസത്യ ദൈവത്തെ അറിയുവാനും ആത്മരക്ഷ, സ്വർഗം, നിത്യജീവൻ എന്നീ സത്യങ്ങൾ മനസ്സിലാക്കി അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും സാധിക്കണം. സിസ്റ്റർ വിദ്യ, സിസ്റ്ററിന് ഈ ഒരു സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ആ ഒരു പ്രചോദനം നമ്മുടെ ഗുഡ്നസ് TV പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ദൈവവിളിയുടെ ഒരു വിത്ത് ചെറുപ്പത്തിലെ എൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്കൂള് ഞങ്ങളുടെ വില്ലേജിൽ നിന്ന് ടൗണിലേക്ക് 4 കിലോമീറ്റർ ദൂരെയാണ്. 1 മണിക്കൂർ നടന്നാണ് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതിലൊരു 2 കിലോമീറ്റർ റോഡ് അന്ന് ടാറിട്ടതല്ലായിരുന്നു. അപ്പോൾ ഈ ടാറിടാത്ത റോഡുകളിലൊക്കെ കുണ്ടുകളൊക്കെ ഉണ്ടാവും. വയനാട്ടിൽ നല്ല മഴയുള്ള കാലത്ത് വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്രൂപ്പായിട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഈ വെള്ളത്തിൽ ഉറുമ്പുകൾ കിടന്ന് കഷ്ടപ്പെടുന്ന കാണും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഈ ഉറുമ്പുകളെല്ലാം ചത്തുപോകുമല്ലോ, ഇവരെ ആര് രക്ഷിക്കും? അപ്പം ഞാൻ അവിടെ നിന്ന് സൈഡിലുള്ള മരങ്ങളിൽ നിന്ന് ഇലകൾ പറിച്ച് ഈ കുഴികളിലൊക്കെ ഇട്ട് ഉറുമ്പുകൾ കരയ്ക്ക് കയറുന്ന കണ്ട് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. സഹായിക്കണം, രക്ഷിക്കണം, അത് അന്ന് തന്നെ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ കുർബാനയോട് എനിക്ക് എന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരവൊന്നുമില്ല. ഞങ്ങൾക്ക് പള്ളി ഇത്രയും ദൂരെ ആയതുകൊണ്ട് ആകെ ഞായറാഴ്ച പള്ളി പോകാൻ പറ്റുള്ളൂ. പിന്നെ കാറ്റഗിസത്തിന് എല്ലാ വർഷവും സമ്മാനം കിട്ടുമായിരുന്നു. അതൊക്കെ ആയിരിക്കും എന്നെ പള്ളിയിലേക്ക് ആകർഷിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഇടവകയിലെ സിസ്റ്റേഴ്സ് അഡോറേഷൻ സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സുമായിട്ടും നല്ല ബന്ധത്തിലായിരുന്നു. പഠിക്കാൻ വലിയ മോശമില്ലാത്തതിനാൽ അവർക്കും എന്നോടൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ 10ലെ ക്ലാസ് ടീച്ചർ ഒരു SABS സിസ്റ്ററായിരുന്നു. സിസ്റ്റർ ഞങ്ങളെ കണക്ക് പഠിപ്പിക്കുമായിരുന്നു ഗവൺമെൻറ് സ്കൂളിൽ. അതങ്ങനെ. പിന്നെ ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ വന്ന അച്ഛൻ അഗസ്റ്റിൻ നിലയ്ക്കപ്പള്ളി അച്ഛൻ ഓർഡിനേഷൻ കഴിഞ്ഞ് പുതിയതായിട്ട് അങ്ങോട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ യൂത്തിനെയൊക്കെ കൂട്ടിയിട്ട് അച്ഛൻ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഒരു റിലീജിയസ് ലൈഫിനോടുള്ള താല്പര്യം അന്നു മുതലേ എനിക്കുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ചേച്ചിയെ ഞാൻ കാണുന്നത് ഉടുപ്പിട്ടാണ്. ചേച്ചി ഏറ്റവും മൂത്താട്, ഞാൻ ഏറ്റവും ഇളയത്. അങ്ങനെ ഒരു വ്യത്യാസം. ഞാൻ 2ൽ പഠിക്കുമ്പോഴാണ് ചേച്ചി വരുന്നത് ഉടുപ്പിട്ടിട്ട്. ഹോളി ക്രോസ് ആശാരിബാഗ്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മഠത്തിൽ ചേരാമെന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ കുടുംബസമേതം അവർ പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന പരിപാടിയേ ഇല്ല, 2 വർഷം കൂടെ പഠിക്കുക. അങ്ങനെ ബത്തേരി സെൻറ്റ് മേരീസിൽ PDC പഠിച്ചു. അത് കഴിഞ്ഞപ്പം ഡിസ്കഷനൊന്നും പോയില്ല. എവിടെ പോകണമെന്നറിയത്തില്ല, പോകണമെന്നറിയാം. അപ്പോൾ ചാച്ചൻ എപ്പോഴും പറയുമായിരുന്നു, നീ ആരുടെയും കൂടെയൊന്നും പോകണ്ട, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് തന്നെ കണ്ടുപിടിച്ച് പൊക്കോണം. അമ്മയ്ക്കും അങ്ങനെ വിഷമമൊന്നുമില്ലായിരുന്നു. അവർ പഠിപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിലും ഞാൻ മഠത്തിൽ പോവും എന്ന് അവർക്കറിയാമായിരുന്നു. അപ്പോൾ ഈ പള്ളിയിൽ സത്യദീപത്തിൻ മാഗസിൻ വരുന്നുണ്ടായിരുന്നു. അതിലിങ്ങനെ വൊക്കേഷൻ പ്രൊമോഷൻ്റെ കുറേ അഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, കുറേ എഴുതിക്കൊണ്ട് പോയി ഒരു 10 ലെറ്ററൊക്കെ എഴുതി റെഡിയാക്കി വെച്ചു. ഒരെണ്ണം പോസ്റ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞു ഉടനെ മറുപടി വന്നു. തൃശ്ശൂർക്കാണ് എഴുതിയിരുന്നതെന്ന്. ഞങ്ങളുടെ ഫോർമേഷൻ ഹൗസ് ഇവിടെയായിരുന്നു. അപ്പോൾ പുൽപ്പള്ളിയിൽ നിന്നുള്ള ഞങ്ങളുടെ സിസ്റ്റർ ശാന്താവതിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് സിസ്റ്റർ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി സിസ്റ്റർ എന്നെ കാണാമെന്ന്. അത് പെട്ടെന്ന് പ്രതീക്ഷിച്ചതല്ലായിരുന്നു. PDCയുടെ റിസൾട്ടും വന്നിട്ടില്ലായിരുന്നു. സിസ്റ്റർ വന്നു കണ്ടു. റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ പോന്നു. ജൂൺ മാസത്തിൽ നമ്മൾ ചേർന്നു. ദൈവവിളി എന്ന് പറയുന്നത് കർത്താവിൻ്റെ സുവിശേഷം എല്ലാ പരിധികൾക്കും അപ്പുറത്തേക്ക് പ്രഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി തന്നെയാണ്, അല്ലേ? ആ ഒരു അനുഭവത്തിൻ്റെ സാക്ഷി കൂടിയാണ് സിസ്റ്റർ. നല്ല ഒരു ഷെയറിങ്. സിസ്റ്റർ വിദ്യയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും കൂടി ഒന്ന് പറയും. ഇവിടുത്തെ ഫോർമേഷൻ കഴിഞ്ഞ് ഞങ്ങൾ +2 പാസ്സായവരെ ഹസാരിബാഗിൽ അന്ന് സെക്രട്ടറിയൽ കോഴ്സ് പഠിപ്പിക്കാൻ വിട്ടു. ബീഹാർ എന്ന് കേട്ടപ്പോഴേ എല്ലാവർക്കും പേടിയായി. ബീഹാറിലേക്ക് പോകുന്നു. 90s ഏർലി 90s. വീട്ടുകാർക്കും വിഷമായി, ഞങ്ങൾക്കും അറിയത്തില്ല, ഭാഷയില്ലാത്തൊരു നാട്ടിലേക്ക് പോകുന്നു. എന്നിട്ടും ഞങ്ങൾ പോയി. എൻ്റെ കുഞ്ഞേച്ചി വന്ന് അവിടെ എവിടെയോ ഉണ്ട് വില്ലേജിൽ. അപ്പം ഞാൻ ഈ മടത്തി ചേർന്ന വിവരം കുഞ്ഞേച്ചിക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ കുഞ്ഞേച്ചി, സിസ്റ്റർ കുഞ്ഞേച്ചി ബീഹാറിലല്ലേ. കോണ്ടാക്ട് ഒന്നുമില്ല അന്ന്. കത്തെഴുത്തല്ലേ ഉള്ളൂ മെയിനായിട്ട്, അല്ലാത്തുള്ള അന്ന് ഫോണൊന്നുമില്ലായിരുന്നു. കത്തെഴുതി അന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ പോയിട്ട് തിരിച്ചു വരുമെന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞേച്ചി എന്നെ കാണാൻ വന്നു. കാരണം ഇങ്ങനെ പറഞ്ഞപ്പോൾ കുഞ്ഞേച്ചിയുടെ അനുജത്തിയാന്നുള്ളത് അവിടെ സിസ്റ്റർ
കുഞ്ഞേച്ചിനെ കാണാൻ വന്നു, കുഞ്ഞേച്ചിയുടെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങളുടെ ന്യൂഷ്യേറ്റ് പൂനെയിലാണ്, മഹാരാഷ്ട്രയിൽ പൂനെയിൽ. ന്യൂഷ്യേറ്റ് കഴിഞ്ഞ് ബാക്കി പഠനം, ഗ്രാജുവേഷൻ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പോസ്റ്റ് ഗ്രാജുവേഷൻ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ BEd ബോംബെ സെൻറ്റ് സേവിയേഴ്സിൽ നിന്നാണ് പഠിച്ചത്. പോസ്റ്റ് ഗ്രാജുവേഷന് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. ഏതായിരുന്നു വിഷയം? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് നേടി അല്ലേ? അഭിനന്ദനങ്ങൾ. നല്ല കാര്യമാണല്ലോ. പിന്നീട് തുടർ പഠനങ്ങൾ എങ്ങനെയായിരുന്നു? BEd പഠിച്ചു. അത് കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിച്ചു. ഞാൻ ടീച്ചറായിട്ടാണ്. അധ്യാപനമാണ്. അതെ, എൻ്റെ ആ 5 വർഷത്തെ അധ്യാപനം ഞാൻ ഇന്നും ആസ്വദിച്ചിട്ടുള്ളതാണ്. ഞാൻ 10ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു അന്ന്. എല്ലാ കുട്ടികളുടെയും വീടുകളിൽ പോകുമായിരുന്നു. ഞാൻ നോക്കിയിട്ട് എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്നൊരു മിനിസ്ട്രിയിലൂടെ നമുക്ക് ബാക്കി എല്ലാ മിനിസ്ട്രിയും നടത്താൻ പറ്റിയ ഒരു മിനിസ്ട്രിയാണ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി. ഒരു കുട്ടി നമ്മുടെ സ്കൂളിൽ വരുമ്പോൾ നമുക്കൊരു വീട്ടിലേക്കുള്ള എൻട്രിയാണ് കിട്ടുന്നത്. എല്ലാ കുട്ടികളുടെയും വീട് വിസിറ്റ് ചെയ്യായിരുന്നു. അവരുമായിട്ട് ഇപ്പോഴും എനിക്ക് ബന്ധമുണ്ട്. ഞാൻ സ്കൂൾ വിട്ടെങ്കിലും അധ്യാപനം വിട്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആ കുട്ടികളുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിൽ പോകും. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പിള്ളേരുടെ ബിഹേവിയറിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അവരൊക്കെ ഇപ്പോഴും എന്നെ വളരെ സ്നേഹപൂർവ്വം ഓർത്തിരിപ്പുണ്ട്. ഇപ്പോഴും സ്റ്റുഡൻസൊക്കെ വരും, കാണും. ആ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നു. ആ ഫാമിലികളുമായിട്ടുള്ള ബന്ധവും ഇപ്പോഴും തുടരുന്നുണ്ട്. വെരി ഗുഡ്. ഫൗണ്ടറിൻ്റെ ആഗ്രഹം അനുസരിച്ച് ആധ്യാത്മിക ഉദ്ധാരണവും ആവശ്യമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അഡോറേഷൻ സെൻറ്റേഴ്സ് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ഒരുവിധ എല്ലാ കോൺവെൻറ്റുകളിലും ഒരു 5 മണിക്കൂറെങ്കിലും ആരാധന വെക്കും. അത് നമ്മൾ അവിടുത്തെ ലോക്കൽ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്. പാരീഷുകളിൽ നിന്ന് ആൾക്കാർ വന്ന് നമ്മുടെ കൂടെ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് റിട്രീറ്റ് സെൻറ്റർ ഉണ്ട് വർദ്ധയിൽ. അവിടെ സിസ്റ്റർ ദിവ്യയാണ് റിട്രീറ്റ് കൊടുക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് സിസ്റ്റേഴ്സ് ഉണ്ട്. അവർ റിട്രീറ്റ് കൊടുക്കാൻ മറ്റ് വില്ലേജുകളിലെ പള്ളികളിൽ പോകും. കൗൺസിലിംഗ് ഒരുവിധം എല്ലാ സെൻറ്ററുകളിലും നടക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലേക്കും കടന്നു ചെല്ലുന്ന ക്രിസ്തു സ്നേഹത്തിന് സാക്ഷികളായി ഇനിയും ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലേക്ക് ആവേശം നഷ്ടപ്പെടാതെ പറന്നെത്തുവാൻ ഈ സഹോദരിമാർക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ സന്യാസിനി സമൂഹത്തിന് ഗുഡ്നസ് TVയുടെ പ്രേക്ഷകരുടെയും എല്ലാവരുടെയും എല്ലാ ആശംസകളും സ്നേഹവും നേരുന്നു. ഇതുപോലെ തന്നെ ക്രിസ്തു സ്നേഹത്തിൻ്റെ പരിധികളില്ലാത്ത പ്രവാചകരെ ഇനിയും ഈ വേദിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം എന്ന പ്രത്യാശയോടെ ഏവർക്കും നന്ദി, നമസ്കാരം. ഏത് സമയത്താണ് ഒരു സന്യാസിനി ആകണം എന്നൊരു ചിന്ത വന്നത്? അച്ഛാ, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിൻ സ്നേഹരാജന ഈശോയ്ക്ക്